ഇടവകയിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരിയും അവിവാഹിതയുമായ ഒരു അധ്യാപികയുമായി അസിസ്റ്റന്റ് വികാരിയായ കൊച്ചച്ഛന്റെ പല വഴിവിട്ട ബന്ധങ്ങളാണ് എറണാകുളം അതിരൂപതയിലെ ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകൾ. ഈ യുവതി പല ദിവസങ്ങളിലും കൊച്ചച്ഛന്റെ മുറിയിലേക്ക് അസമയത്ത് കയറിപ്പോകുന്നതും അവിടെ ഏറെ സമയം വാതിലടച്ച് അവർ തനിച്ച് കുമ്പസാരിക്കുകയും വേദപഠനം നടത്തുകയും ചെയ്തതിനു ശേഷം ഇറങ്ങിപ്പോകുന്നതും ഇടവക വിശ്വാസികൾ കാണാനിടയായി. മാത്രവുമല്ല, ഈ യുവതി തന്റെ സ്വന്തം വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ കൊച്ചച്ഛൻ പതിവായി ആ വീട്ടിൽ ചെന്ന് ഭവന സന്ദർശനവും വെഞ്ചരിപ്പും നടത്താറുണ്ടെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പൊതുവെ നല്ല ബന്ധമാണ് അവിടുത്തുകാർ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്മാരെ ആരെയും തന്നെ സംശയിക്കാറില്ല. പക്ഷേ കൊച്ചച്ഛനും യുവതിയും തമ്മിലുള്ള അടുപ്പവും സ്നേഹപ്രകടനങ്ങളും അതിരുവിടുന്നതായി ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആളുകൾ ഗൗരവമായി എടുക്കാൻ ഇടയായത്. ഇതിനിടയിൽ ഈ യുവതിക്ക് മറ്റൊരു ഇടവകയിൽ നിന്ന് ഒരു വിവാഹാലോചന വരികയും മാതാപിതാക്കൾ അത് നടത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ വിവാഹ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. പെണ്ണിന് എന്തൊക്കെയോ കാരണത്താൽ സ്വന്തം വീട്ടിലേക്ക് പോരേണ്ടി വന്നു. വീട്ടുകാരോട് അന്വേഷിച്ചിട്ട് അവരാരും കാര്യം എന്താണെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ ചെറുക്കൻ വീട്ടുകാരോട് യാഥാർത്ഥ്യം എന്താണെന്ന് തിരക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം അറിയാനിടയായത്. ഈ മതാധ്യാപിക വിവാഹത്തിന് മുമ്പ് തന്നെ കൊച്ചച്ഛനുമായി ഒട്ടേറെ പ്രാവശ്യം പള്ളിമുറിയിൽ വെച്ചും യുവതിയുടെ വീട്ടിൽ വെച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അച്ഛൻ ഇടവകയിൽ നിന്ന് മാറിപ്പോയതിനു ശേഷവും ഇവർ തമ്മിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. പിന്നീട് വിവാഹശേഷവും ഇവർ തമ്മിൽ രഹസ്യമായി പല അജ്ഞാത കേന്ദ്രങ്ങളിൽ വെച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നെന്നും ചെറുക്കൻ വീട്ടുകാർ അറിയിച്ചു. ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പെണ്ണ് മണി പോലെയെല്ലാം സമ്മതിച്ചതായും ചെറുക്കൻ വീട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ പാട്ടാണ്. അതുകൊണ്ട് ഇടവകക്കാർക്ക് ഇപ്പോൾ പള്ളിയിൽ പോകാനോ പുറത്തിറങ്ങി നടക്കാനോ വയ്യാത്ത അവസ്ഥയാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെയെല്ലാം, പ്രത്യേകിച്ച് അവിവാഹിതരായ അധ്യാപകരെയെല്ലാം ഏറെ സംശയത്തോടെയാണ് ഇടവക ജനം നോക്കിക്കാണുന്നത്. ഇത്രയൊക്കെ ഉതപ്പുകൾ ഉണ്ടാക്കിയ കൊച്ചച്ഛൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഫാമിലി അപ്പസ്തോലേറ്റിന്റെ ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തു വരുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. വൈദികർക്കെതിരായ ലൈംഗികാപവാദ കേസുകളിൽ സീറോ ടോളറൻസ് ആണ് കത്തോലിക്ക സഭയുടെ നയമെന്നിരിക്കെ എന്തുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി അച്ഛനെ സസ്പെൻഡ് ചെയ്യുന്നില്ല എന്നത് ഏറെ ദുരൂഹമായിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർത്തെറിഞ്ഞ വൈദികനെ ഒരു നിമിഷം പോലും പൗരോഹിത്യത്തിൽ തുടരാൻ അനുവദിക്കരുത്. ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികതയെങ്കിലും ഈ കൊച്ചച്ഛന്റെ കാര്യത്തിൽ കാണിക്കേണ്ടതല്ലേ? സുതാര്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുന്ന ആത്മായ മുന്നേറ്റക്കാർ എവിടെ പോയി? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വിമത വൈദികനായതുകൊണ്ട് നടപടിയൊന്നും വേണ്ടെന്നാണോ? മറ്റുള്ളവരുടെ അധാർമികതയെക്കുറിച്ച് എപ്പോഴും ഘോരഘോരം വാർത്തകൾ ചമയ്ക്കുന്ന യൂട്യൂബ് ചാനലുകാരുടെ തൊണ്ടയ്ക്ക് പിരിവെട്ടിയോ? മാർപ്പാമ്പ്ലാനി പിതാവേ, ലൈംഗിക വൈകൃതം പേറി നടക്കുന്ന ഈ കൊച്ചച്ഛനെതിരെ എത്രയും വേഗം നടപടിയെടുത്ത് പൗരോഹിത്യ ജീവിതത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്താതെ നോക്കണമെന്ന് വിശ്വാസികൾ അഭ്യർത്ഥിക്കുന്നു. തലശ്ശേരിയിൽ അങ്ങയുടെ സ്വന്തം അതിരൂപതയിലെ ചില വൈദികരുടെ ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ അങ്ങ് നടപടിയെടുത്ത വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ വിശ്വാസികൾ അതിനെതിരെ വത്തിക്കാനിലെ റോമൻ ക്യൂരിയായിൽ പരാതിപ്പെടാൻ നിർബന്ധിതരാകും.